കേരളത്തിലെ ആനകളെക്കുറിച്ച് പറയുമ്പോൾ എന്നെ പോലെയുള്ള തലമുറക്കാർ ഭംഗിയുള്ള ആനകളെയാണ് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല, ഉയരമാണ് പ്രധാനം. ഉയരം എന്ന് പറയുമ്പോൾ ബീഹാറികളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയരമല്ല, ഭംഗിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ 10 നല്ല ആനകളെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഭംഗിയുള്ള ആന ഏതാണെന്ന് വെച്ചാൽ അത് ഈരാറ്റുപേട്ട അയ്യപ്പൻ തന്നെയാണ്. ആനകൾക്ക് എല്ലാ ലക്ഷണവും ഒത്തു വന്നാലും സ്വഭാവം അത് നന്നല്ലെങ്കിൽ ആ ആനയെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. അയ്യപ്പൻ്റെ സ്വഭാവം നല്ലതാണ്, ലക്ഷണമാണെങ്കിലും അതും ഇത് തന്നെ. കോടനാട് കൂട്ടിൽ നിന്നും അവസാന ലേലത്തിൽ പോന്ന ആനയാണ്. അതിനുശേഷം സർക്കാർ ഈ ആനകളെ പിടിക്കുന്നത് നിയമം മൂലം നിർത്തി. 77 പരവൻ പറമ്പിൽ ജോസഫ് തോമസ് എന്ന ആൾ കോടനാട് അങ്ങനെ എല്ലാ വർഷവും ലേലത്തിന് പോകാറുണ്ട്, ആന മേടിക്കാനല്ല കാണാൻ വേണ്ടിയിട്ട്. അത്തവണ ഭാര്യയും കൂട്ടിക്കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 4-5 ആനക്കുട്ടികളുണ്ട്. അതിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ആനക്കുട്ടി. പക്ഷേ ആരും ആ ആനക്കുട്ടിയെ ശ്രദ്ധിക്കണില്ല, മറ്റേ ആനക്കുട്ടികളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇതിനെ നോക്കി കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു അവന് ഒരു കുഴപ്പമുണ്ട്, അവലക്ഷണമാണ്, 2 നഖം കുറവാനയ്ക്ക്, അപ്പം അതുകൊണ്ട് അത് വാങ്ങിക്കാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കൊരു മകനുണ്ടായി കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് വേണ്ടാന്ന് നോക്കിയോ മകനെ, അപ്പം അതുകൊണ്ട് നമുക്ക് ഇവനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവർ ആ ആനയെ വാങ്ങിച്ചിട്ട് സ്വന്തം ജീപ്പിലാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആന വളർന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ 2 നഖങ്ങൾ കൂടി മുളച്ചു വന്നു. ഇപ്പോൾ 18 നഖമുണ്ട്. ആനകൾക്ക് നഖം തന്നെ ലക്ഷണത്തിലെ ഏറ്റവും പ്രധാനമാണ്. നഖങ്ങൾ 18 എണ്ണം ഉത്തമം. നല്ല ആനകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന ആനയുടെ ലക്ഷണങ്ങളും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. നല്ല വിരിവുള്ള പെരുമുഖമാണ് അയ്യപ്പൻ്റെ. ഉയർന്ന് വിരിഞ്ഞ തലക്കുന്നി, ഉയർന്ന വായുകുംഭം, തേൻ നിറം കണ്ണുകൾ, നല്ല വിരിവുള്ള പെരുമുഖത്തിൽ ഈ മദഗിരി പുള്ളികൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടുകുത്തിയ മാതിരി ഇരിക്കണേ. അത് ഇപ്പം തുമ്പിയിലേക്കും പടർന്നേക്കണം. എടുത്ത് അകന്ന് ഉള്ള ഭംഗിക്കൊമ്പുകളാണ് അയ്യപ്പൻ്റെ. അത്രയും ഭംഗിയുള്ളൊരു കൊമ്പ് വളരെ കുറവ് തന്നെയാണ്. ഒരു 5 ആന എടുത്താൽ ഏറ്റവും നല്ല കൊമ്പ് അയ്യപ്പൻ്റെ തന്നെ ആയിരിക്കും. നല്ല കനമുള്ള വീണ് നിലത്തെഴയുന്ന തുമ്പി, ചെവികൾക്കും വലിപ്പമുണ്ട്, എന്നാൽ അറ്റം കാതുകളുടെ അറ്റത്തിന് കീറലുണ്ട്. ഈ മാൻകഴുത്താണ്. നല്ല നടയമരങ്ങൾ, 18 വെളുത്ത നഖങ്ങൾ, ആവശ്യത്തിനിടനീളം, ഇതൊക്കെ അയ്യപ്പനുണ്ട്. നല്ല കറുത്ത ദേഹമാണ് അയ്യപ്പൻ്റെ. മാത്രമല്ല അയ്യപ്പൻ്റെ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ആനകൾക്ക് പല ആനകൾക്കും പല കണ്ണുകളായിരിക്കും. ചിലതിന് മഞ്ഞ കണ്ണുകളുള്ള ആന, വെള്ളക്കണ്ണുകളുള്ള ആനകളുണ്ട്, കീരിക്കണ്ണുള്ള ആനയുണ്ട്, പരുന്തിൻ്റെ കണ്ണ് പോലെയുള്ള ആനകളുണ്ട്. ഇതിൽ അയ്യപ്പൻ്റെ കണ്ണ് സൗമ്യം ആണ് കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. മാത്രമല്ല തേൻ നിറം കണ്ണുകളാണ്. അതാണ് ആനയുടെ നല്ല ലക്ഷണം. നല്ല നടയമരങ്ങൾ, ആവശ്യത്തിനിടനീളം, നല്ല പീലിവാല്, ഒടിവോ വളവോ ഒന്നുമില്ല. പക്ഷേ അടുത്ത കാലത്ത് മതമ്പാടെല്ലാം കണ്ട് കെട്ടിയപ്പോഴാണ് ആന തെങ്ങമ്മയിട്ട് തല്ലി ഈ പേൻ കയറും പീലിവാലിൽ. അങ്ങനെ തല്ലിക്കഴിഞ്ഞപ്പോൾ വാലിൽ മുറിവേറ്റു. അവസാനം അത് അറ്റുപോയി. അയ്യപ്പനൊരു കുറവ് എന്ന് പറയാൻ ഇതാണോ ഉള്ളത്. തൃശ്ശൂർ പൂരത്തിന് ഒരു തവണ എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പെട്ടെന്ന് അയ്യപ്പൻ മറിഞ്ഞു വീണു. പേശികൾക്ക് ഇത് വന്നതാണ്. പിന്നെ ആൾക്കാർ ഈ കുപ്പി കണക്കിന് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ദേഹത്തൊഴിച്ചാൽ എല്ലാവരും കൂടി നിന്ന് തിരുമി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്ക് അയ്യപ്പൻ ചാടിയിട്ടു. അതാണ് അവൻ്റെ ശാന്തത എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാർ സാധാരണ ആനകളാണെങ്കിൽ കയ്യെത്തുന്നത് ഒരു താന കയറി അടിക്കും. ഇതൊന്നും ചെയ്തില്ല. എന്നിട്ട് അന്ന് പൂരത്തിൽ നിന്ന് മാറ്റിയിട്ട് നിർത്തി. അങ്ങനെയുള്ള നല്ലൊരാന എന്ന് പറയുന്നതാണ് അയ്യപ്പൻ. ഇപ്പോൾ ആനയ്ക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 299 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ നിലവാണ് അവന്. ഏറ്റവും നല്ലത് സ്വഭാവം തന്നെ. അപ്പോൾ ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആനകളുടെ സ്കൾപ്ചേഴ്സ് പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും
ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ സ്കൾപ്ചർ നമ്മൾ ചെയ്യുമ്പോൾ പല തരത്തിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തവണ നമ്മൾ അയ്യപ്പൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെ പോയിട്ട് അയ്യപ്പനെ ലൈവായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അയ്യപ്പൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് സ്കൾപ്ചർ ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് അയ്യപ്പൻ ഡെയിലി ലൈഫിൽ കുളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ചിലവഴിക്കുന്ന ഒരു ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ നമ്മൾ ആ ഒരു ശില്പം തീർക്കുകയും ആനപ്പാട്ട്, അയ്യപ്പനെ കുറിച്ചുള്ള ആനപ്പാട്ട് നമ്മൾ അവിടെ ചിത്രീകരിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഒരു ആകാര ഭംഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പ്രത്യേകം നമുക്ക് ഓർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ജനറേഷൻ, അതായത് നമ്മൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നാട്ടിൽ ആനകൾ ചിലപ്പോൾ ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈരാറ്റുപേട്ട അയ്യപ്പനെ പോലുള്ള ആനകൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യമാണ്. അതായത് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വന്യമായിട്ടുള്ള ഒരു സൗന്ദര്യമല്ല, അതൊരു നാട്ടാനയുടെ ഒരു ചന്തമാണത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇവിടെ നാട്ടിൽ ആനയില്ലെങ്കിൽ പിന്നെ നമുക്ക് കാട്ടിലെ ആനേനെ കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നാട്ടാന ചന്തത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഈരാറ്റുപേട്ട അയ്യപ്പൻ. അതിനെ അവർ പ്രിസർവ് ചെയ്യുന്ന അത്തരത്തിലാണ് അതിൻ്റെ ഓണറും അതിൻ്റെ ആനക്കാരും അതിനെ നന്നായിട്ട് തേച്ച് കുളിപ്പിച്ച് അതിൻ്റെ ബോഡിയൊക്കെ വെൽവെറ്റ് പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആനകളെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യണം. ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ പണ്ട് മുതൽക്കേ തന്നെ ഗുരുവായൂർ വലിയ പത്മനാഭൻ അല്ലെങ്കിൽ കാച്ചാങ്കുറിച്ചി കേശവൻ ഇത്തരത്തിൽ അല്ലെങ്കിൽ കീരങ്ങാട്ട് കേശവൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ ആ ഒരു ആനകളുടെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ആനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ ആ ഒരു മൊത്തത്തിലുള്ള മോർഫോളജി, അതായത് അതിൻ്റെ ആ കൊമ്പിൻ്റെ സ്ട്രക്ചറും പിന്നെ ആ ഒരു പെരുമുഖത്തിൻ്റെ സ്ട്രക്ചറും, അതായത് 2 തട്ടായിട്ടുള്ള ചീളിയൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ആനകളിലുള്ളൂ. അതുപോലെ തന്നെ കൊമ്പാണെങ്കിൽ വീണ് എടുത്ത് വിരിഞ്ഞ് അകന്ന് എല്ലാ തരത്തിലും മാതംഗലീല പറയുന്ന പോലെയൊക്കെ തന്നെ ഉള്ള ഒരു ആന, ഒരു മോഡൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈരാറ്റുപേട്ട അയ്യപ്പനൊക്കെയാണുള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ണിൻ്റെയൊക്കെ ഒരു ഫീലുണ്ട്. ഒരിക്കലും ഒരു വന്യമായിട്ടുള്ള ഫീലല്ല, അത് ഒരു ലാളിത്യത്തിൻ്റെ ഫീലാണ് ആ കണ്ണിൻ്റെ ഒരു ഐ സോക്കറ്റൊക്കെ ഇരിക്കുന്നത്. പിന്നെ ചെവിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തന്നെ നല്ല പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ചെവിയാണ്. പിന്നെ ബോഡി അത്യാവശ്യം ബോഡി ലെങ്ത്ത് ആനയ്ക്കുണ്ട്. പിന്നെ ഉയരമുണ്ട്, 10 അടിയോളം ആനയ്ക്ക് ഉയരമുണ്ട്. പിന്നെ ടോട്ടലി ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു അപ്പിയറൻസാണ് ഈരാറ്റുപേട്ട അയ്യപ്പന്. മദഗിരി വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കറുത്ത ആന അല്ലെങ്കിൽ എന്താ പറയുക ഒരു കരിവീരൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ തന്നെയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഒരു അപ്പിയറൻസ്.